നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് മന്ത്രി കെ രാജൻ. പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിൽ സർക്കാർ അടിയന്തരമായി ഭേദഗതി കൊണ്ടുവരണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരം നടത്തിപ്പിൽ ഹൈപ്പവർ കമ്മിറ്റി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കിണയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ ദുരൂഹത. ലൈനിൽ നിന്ന് വൈദ്യുതി ചോർത്താൻ ഉപയോഗിച്ച ഇരുമ്പ് തോട്ടുകൾ ഊരിമാറ്റിയ നിലയിൽ കണ്ടെത്തിയത് സംശയാസ്പദം. ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മതേതരവാദികൾക്ക് ഊർജം പകർന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയെന്ന് വെൽഫെയർ പാർട്ടി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM BJPക്കേറ്റ പരാജയത്തിൽ ഖേദിക്കുന്നത് വിചിത്രം. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെ തള്ളിപ്പറയുന്ന CPM 2015 പാലക്കാട് നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും ഉൾപ്പെടെ കേരളത്തിലെ 45 തദ്ദേശ സ്ഥാപനങ്ങളിൽ പാർട്ടിയുമായി ധാരണയോടെ മത്സരിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് മാർച്ച്. പെൻഷൻ, ആശ്വാസകിരണം, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ ധർണ. KCB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സമ്മേളനം പാലക്കാട്ട്. കേന്ദ്ര സർക്കാരിന്റെ ഊർജ്ജനയം ഉപഭോക്താക്കളെയും ജീവനക്കാരെയും ഇരുട്ടിലാക്കുമെന്ന മുന്നറിയിപ്പ്. തൃത്താലയിൽ സ്വകാര്യ വ്യക്തി നെൽവയൽ മണ്ണിട്ട് നികത്തിയതിനെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി. സ്ഥലമുടമയെ കൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്യിച്ചു. ദേശമംഗലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് സ്മാർട്ട് ഫോൺ കവർന്ന പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആലപ്പുഴ സ്വദേശി സന്തോഷ് കുമാർ. അനിശ്ചിതാവസ്ഥയിലായിരുന്ന മണ്ണൂർ പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രവർത്തികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരാരംഭിക്കും. റോഡിൽ ചാലെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകി. പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പഞ്ചായത്തിലെ 6000-ഓളം കുടുംബങ്ങൾക്ക്. ഷൊർണൂരിൽ 18ാമത് പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവം തുടരുന്നു. 6ാം ദിനത്തിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ. നാടകോത്സവത്തിൽ നാളെ തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം. വാർത്തകൾ വിശദമായി. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. തൃശൂർ പൂരം മുൻ വർഷങ്ങളിലേതുപോലെ ഭംഗിയായി നടത്തണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും മന്ത്രി പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. മുൻ വർഷങ്ങളിലേതുപോലെ പൂരം ഭംഗിയായി നടത്തണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ആവശ്യമെങ്കിൽ ചട്ടഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. പൂരവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കോടതി ഉണ്ടാക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല. കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ തികച്ചും അപ്രായോഗികമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇക്കാര്യത്തിൽ കോടതി നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളോടും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുകയും ചെയ്യില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആന ഉടമസ്ഥരും ദേവസ്വം ബോർഡുകളും അടക്കമുള്ള പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് കോടതിയുടെ ഇക്കാര്യത്തിലുള്ള മാർഗനിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ തന്നെ തൃശ്ശൂർ പൂരം മാത്രമല്ല, ആറാട്ടുപുഴ, പെരുവനം പൂരങ്ങളൊക്കെ ഏതാണ്ട് 1400 കൊല്ലങ്ങളുടെ പഴക്കമുള്ള പൂരങ്ങളാണ്. പെരുവനത്തെ ഇടവഴി തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് 7 ആനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളി വരാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ്. അപ്പം അത്രയും പാരമ്പര്യവും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നാട്ടാന പരിപാലന ചട്ടത്തിൽ സർക്കാർ അടിയന്തരമായി ഭേദഗതി കൊണ്ടുവരണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ തൃശൂർ പൂരം ഉൾപ്പെടെ പൂരാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ഉത്തരവ് രാഷ്ട്രീയ ആയുധമാക്കാൻ ഇട നൽകരുതെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. നാട്ടാന പരിപാലനത്തിൽ ഹൈക്കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ ചട്ടം ഭേദഗതിക്ക് സർക്കാർ തയ്യാറാകണമെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾ തമ്മിൽ എത്ര അകലം പാലിക്കണമെന്ന് സംബന്ധിച്ച് ചട്ടത്തിൽ പറയുന്നില്ല. അതാണ് ഹൈക്കോടതി ഉത്തരവിറക്കുന്നതിലേക്ക് നയിച്ചത്. ചട്ടം ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ തൃശൂർ പൂരമടക്കമുള്ള പൂരങ്ങൾ പ്രതിസന്ധിയിലാകും. തെക്കോട്ടിറക്കം 15 ആനകളെ വെച്ച് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഹൈക്കോടതി ഉത്തരവ് രാഷ്ട്രീയ ആയുധമാക്കാൻ ഇട നൽകരുത്. ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്
വി.എസ്. സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. ഇത് ഒഴിവാക്കാനുള്ള ഒരേ ഒരു പോംവഴി ചട്ടം ഭേദഗതിയാണെന്നും സുനിൽകുമാർ പറഞ്ഞു. ഒരുപക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ പൂരം ചടങ്ങായി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള കാര്യമാണ്. കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയും വാഹനങ്ങളൊക്കെ നിരോധിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തെ നമ്മൾ ഇതുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് കോടതി വിധിയെ നമ്മൾ ഒരിക്കലും ആ കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് പരസ്യമായി ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ലെങ്കിലും കോടതി വിധിയെ മറികടക്കാൻ നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റ് ഇതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. അതിനകത്തൊരു പ്രശ്നം ത്തിൽ ആനകൾ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾക്കിടയിലുള്ള പിന്നെ ഗ്യാപ്പ്, അകലം സംബന്ധിച്ച് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്തത് കൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കാൻ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യക്തത വരുത്തിക്കൊണ്ട് പിന്നെ ഈ അകലം സംബന്ധിച്ച് പ്രായോഗികമായ ഒരു ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം നടത്തിപ്പിൽ ഹൈപ്പവർ കമ്മിറ്റി വേണമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം.കെ. സുദർശൻ. ഒരു വിഭാഗം മാത്രം വിചാരിച്ചാൽ പൂരം നിർത്തിവെക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹൈപ്പവർ കമ്മിറ്റി എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഡോക്ടർ എം.കെ. സുദർശൻ പറഞ്ഞു. തൃശൂർ പൂരം നടത്തിപ്പിൽ 6 ഘടകക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റേതാണ്. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഹൈപ്പവർ കമ്മിറ്റി വേണം. കഴിഞ്ഞ തവണ പ്രശ്നങ്ങൾക്കിടയാക്കിയത് അത്തരം ഒരു കമ്മിറ്റിയുടെ അഭാവമാണ്. ഒരു വിഭാഗം മാത്രം വിചാരിച്ചാൽ പൂരം നിർത്തിവെക്കാൻ പാടില്ല. ഇനി ഒരു വിഭാഗം മാത്രം വിചാരിച്ചാൽ പൂരം നിർത്തിവെക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹൈപ്പവർ കമ്മിറ്റി എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഡോക്ടർ എം.കെ. സുദർശൻ പറഞ്ഞു. അതിന് കൃത്യമായിട്ട് ഒരു നിയന്ത്രണം, അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു സമിതി വേണമെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ പൂരം തുടങ്ങുമ്പോൾ തന്നെ കളക്ടറുടെ ചേംബറിൽ വെച്ച് ഇവിടുത്തെ തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഈ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഈ പങ്കാളിത്ത ക്ഷേത്രങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണത് നമ്മൾ അതിനുള്ള മീറ്റിംഗ് വിളിക്കുന്നത്. അതിലാണ് വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു സമിതി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഏകപക്ഷീയമായിട്ട് ആർക്കും പൂരം നിർത്തിവെക്കാനോ അല്ലെങ്കിൽ പൂരം ചടങ്ങുകൾ ചുരുക്കാനോ ഉള്ള ഇനി ആ രീതിയിലുള്ള ഒരു സംഭവം ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടത് കോടതിയിൽ അങ്ങനെ ഒരു സത്യവാങ്മൂലം നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മൾ ഗവൺമെൻറ്റിന് നമ്മൾ അതേ സത്യവാങ്മൂലം തന്നെ ഗവൺമെൻറ്റിന് നമ്മൾ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കും. തൃശൂർ പൂരം കലങ്ങിയതല്ല, വെടിക്കെട്ട് വൈകുക മാത്രമാണ് ഉണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായോ എന്ന് സംശയമുണ്ട്. അതീവ സുരക്ഷാ മേഖലയിൽ NDA സ്ഥാനാർത്ഥി ആംബുലൻസിലെത്തിയത് സംശയമുണ്ടാക്കുന്നതാണെന്നും ഡോക്ടർ എം.കെ. സുദർശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃത്താലയിൽ സ്വകാര്യ വ്യക്തി നെൽവയൽ മണ്ണിട്ട് നികത്തിയതിനെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി. ഉടമയെ കൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്യിപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. തൃത്താല വില്ലേജ് പരിധിയിൽ സർക്കാർ ആശുപത്രിക്ക് മുൻവശത്തെ നെൽവയലാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നത്. സ്വകാര്യ വ്യക്തിയുടെ നെൽവയൽ തന്നെയാണിത്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പാടം മണ്ണിട്ട് നികത്തുന്നതെന്ന പരാതി ഉയർന്നിരുന്നു. വ്യാഴാഴ്ച പട്ടാമ്പി താലൂക്കിലെ റവന്യൂ സംഘം സ്ഥലം സന്ദർശിച്ച് ഉടമയ്ക്കെതിരെ നടപടിയെടുത്തു. ഉടമയെ കൊണ്ടുതന്നെ JCB ഉപയോഗിച്ച് മണ്ണ് മുഴുവനായും നീക്കം ചെയ്യിപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ AS ദീപുവിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് സ്ഥലം സന്ദർശിച്ച് നടപടിയെടുത്തത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തുടർന്നാൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് റവന്യൂ സംഘം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുത കിണയിൽ അകപ്പെട്ട മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ ദുരൂഹത. ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് തോട്ടികൾ ഊരിമാറ്റിയ നിലയിലായിരുന്നു. ഇതാണ് ദുരൂഹതയ്ക്ക് കാരണം. ഫോറൻസിക്, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദുരൂഹതയെ തുടർന്ന് കുന്നംകുളം ACPയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരിച്ചയാളുടെ ഇടത് കൈപ്പത്തിയിലും വിരലുകളിലും സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്. വൈദ്യുതി വകുപ്പിൽ നിന്നും AXCയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കണിയിലകപ്പെട്ടാണ് 51 വയസ്സുള്ള ഷെരീഫ് മരിച്ചത്. ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം നടന്നതെന്നാണ് നിഗമനം.
പ്രദേശവാസിയായ ഉണ്ണിയാൻകുട്ടി എന്ന വ്യക്തിയുടെ പാടത്തിനോട് ചേർന്ന വലിയ തെങ്ങിൻ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച ഷെരീഫിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാറിയാണ് അപകടം നടന്ന തെങ്ങിൻ തോപ്പ്. മൃതദേഹത്തിന് സമീപത്തു നിന്ന് കെണിവെക്കാനായി ഉപയോഗിക്കുന്ന വയറുകളും പ്ലാസ്റ്റിക് സഞ്ചിയും കണ്ടെടുത്തിരുന്നു. സമീപത്തുകൂടി വൈദ്യുതി ലൈനും കടന്നുപോകുന്നുണ്ട്. കെണി വെക്കാനെത്തിയപ്പോൾ അപകടം സംഭവിച്ചതാണോ, മറ്റാരെങ്കിലും വെച്ച കെണിയിൽ ഷെരീഫ് അബദ്ധത്തിൽ അകപ്പെട്ടതാണോ എന്ന സംശയം രാവിലെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ ഉപയോഗിച്ചിരുന്ന തോട്ടികൾ ഊരിമാറ്റിയ നിലയിലായതാണ് കൂടുതൽ ദുരൂഹതയിലേക്ക് നയിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് സ്മാർട്ട് ഫോൺ മോഷ്ടിച്ച പ്രതി പിടിയിൽ. ആലപ്പുഴ പറവൂർ തൊണ്ടിൽ വീട്ടിൽ സന്തോഷ് കുമാറിനെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം നടത്തി നീണ്ട 17 ദിവസങ്ങൾക്കു ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. നവംബർ 11 തീയതിയാണ് ദേശമംഗലത്ത് താമസിക്കുന്ന അമ്പാട്ട് നാണുവിന്റെ മകൾ ചെന്നൈയിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥയായ സ്വപ്ന IRSന്റെ വീട് കുത്തിത്തുറന്ന് പ്രതി വില കൂടിയ സ്മാർട്ട് ഫോൺ മോഷ്ടിച്ചത്. ഇതിനുശേഷം 17 ദിവസങ്ങൾ കഴിഞ്ഞ് മൊബൈലിൽ തന്റെ സിം കാർഡ് ഇട്ടപ്പോഴാണ് പോലീസ് ലൊക്കേഷൻ പരിശോധിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് തെളിവെടുപ്പ് നടത്തി. 6 വർഷത്തോളമായ പ്രതി ദേശമംഗലം പരിസരത്തും വിവിധ ജോലികൾ ചെയ്തു വരികയായിരുന്നുവെന്നും ഇതിനു മുൻപ് പോക്സോ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലും പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. CI അനന്തകൃഷ്ണൻ, SI സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയൻ, വിനീത്, CPO ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ്. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പെൻഷനേഴ്സ് ലീഗ് പാലക്കാട് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക, സഹകരണ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ്പ് കുറ്റമറ്റ രീതിയിൽ പുനഃസംവിധാനം ചെയ്യുക, KSRTC പെൻഷൻ സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പെൻഷൻ ലീഗ് മുസ്ലിം ലീഗിൻ്റെ ഒരു സംഘടനയാണ്. മുസ്ലിം ലീഗിൻ്റെ അനുബന്ധ സംഘടനയാണ്. മുസ്ലിം ലീഗ് അംഗീകരിച്ച സംഘടനയാണ്. പെൻഷൻ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ നയവും തീരുമാനവും പരിപാടിയും നടപ്പാക്കാനാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻകാരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് പെൻഷൻ ലീഗിനെ ഉപകരിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ സംഘടന പ്രധാനമായും നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. KPSL ജില്ലാ പ്രസിഡന്റ് U സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PA സലാം മുഖ്യപ്രഭാഷണം നടത്തി. പെൻഷനേഴ്സ് ലീഗ് ജനറൽ സെക്രട്ടറി A യൂസഫ് മിഷ്കാത്തി, KSTU ജില്ലാ ട്രഷറർ T ഷൗക്കത്ത് അലി, ഹമീദ് കൊമ്പത്ത്, CP മുരളീധരൻ, CM സെയ്തലവി, P മുഹമ്മദ് ഉണ്ണി, T ഹൈദ്രോ, അക്ബർ അലി പാറോക്കാട്, AP അഹമ്മദ് സാലിഹ്, M അബ്ദു, കുന്നത്ത് അബ്ദുൾ റഹ്മാൻ, KA ഹമീദ്, EA സുലൈമാൻ, P ഉണ്ണീൻകുട്ടി, K ഹസൻ, T മുഹമ്മദ് ഉണ്ണി, പാറയിൽ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 18ാമത് പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവത്തിന്റെ 6ാം ദിനത്തിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ശുദ്ധഹാസ്യത്തിന്റെ അരങ്ങുണർത്തി കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ. പ്രദീപ് കുമാർ കാവുന്തറ രചന നിർവഹിച്ചിരിക്കുന്ന നാടകം രാജീവൻ മമ്മിളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 18ാമത് പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവത്തിന്റെ 6ാം ദിനത്തിൽ അരങ്ങിൽ ശുദ്ധഹാസ്യം നിറച്ച് കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ. മദ്യത്തിന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൈക്കിൾ എന്ന നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കണ്ടു ശീലിച്ച മനുഷ്യരുടെ കഥ നർമ്മത്തിന്റെ അകമ്പടിയോടെ അരങ്ങിലെത്തിയപ്പോൾ പ്രേക്ഷകർക്കത് നവീനമായ അനുഭവമായി മാറി. ഇതിലെ കഥാപാത്രങ്ങളോടൊക്കെ പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നിടത്താണ് സൈക്കിൾ ആഖ്യാനം കൊണ്ട് വിസ്മയിപ്പിക്കുന്നതും.
എന്റെ സൈക്കിളുള്ള അത് ചവിട്ടി ഞാൻ ആ കുന്നിന്റെ മുകളിൽ ചെല്ലും. എന്നിട്ട് ആ കുന്നിന്റെ മുകളിൽ നിന്ന് ഞാൻ കൊക്കയിലേക്ക് തലമുത്തി പറയും. നാടകോത്സവത്തിന്റെ 6ാം ദിനത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി നാടകം ആസ്വദിക്കാനായി എത്തി. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ കേരളത്തിൽ ഒരു കൾച്ചറൽ ഡിക്ലൈൻ നടക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് കൾച്ചറൽ ഡിക്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള പല കലാരൂപങ്ങൾ, അതുപോലെ തന്നെ നാടകം, കേരളത്തിൽ ഒട്ടേറെ അനവധി സിനിമാ താരങ്ങളെ വരെ സമ്മാനിച്ച ഈ ഒരു നാടക കലയിൽ അന്യം നിന്ന് പോകുന്ന ഒരു കലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടുത്തെ വേദി നോക്കിയാൽ തന്നെ, സദസ്സ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ചെറുപ്പക്കാരായ കുട്ടികൾ കുറവാണ്. ഈ സദസ്സ് കാണുമ്പോൾ ചെറുപ്പകാലത്തൊക്കെ ഉത്സവ പറമ്പുകളിൽ അന്ന് പഠനമൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഉത്സവ പറമ്പുകളിലൊക്കെ പോവുകയായിരുന്നു. ഏഴ് ദിവസം വിവിധ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതിൽ ആദ്യമുണ്ടാവുക തോൽപ്പാവക്കൂത്താണ്. വളരെ ക്ഷീണിച്ച വന്യവയോധികരായിട്ടുള്ള 2-3 ആളുകൾ മാത്രമാണ് ആ തോൽപ്പാവക്കൂത്തിന്റെ രീതിയിൽ ഉണ്ടാവുക. അതിനുശേഷം കഥകളി ഉണ്ടാവും. 7ാം ദിനമായ വെള്ളിയാഴ്ച തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം NSS കോളേജിൽ ക്രമസമാധാന പ്രശ്നത്തെ തുടർന്ന് നിർത്തിവെച്ച യൂണിയൻ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. KSU സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോളേജിലെ വരണാധികാരിയോട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കോടതി ഉത്തരവിട്ടത്. കോളേജിലെ ജനറൽ സീറ്റിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് വരണാധികാരിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച തീയതി മുതൽ 2 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങണമെന്നും ഉത്തരവിലുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരവും വാങ്ങണം. സമയ ഷെഡ്യൂൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കർശനമായി നടത്താനാണ് കോടതി ഉത്തരവ്. തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നമുണ്ടാകില്ലെന്ന് ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരുന്നത്. കഴിഞ്ഞ മാസം 10-നാണ് കോളേജിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ക്ലാസ് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള മത്സരത്തിൽ KSUവിനും SFIക്കും 6 സീറ്റുകളിൽ തുല്യ വോട്ടുകൾ ലഭിച്ചതോടെയാണ് അനിശ്ചിതത്വം ആരംഭിച്ചത്. KSUവിന് 4-ഉം SFIക്ക് 2-ഉം സീറ്റുകളിലായിരുന്നു നറുക്കെടുപ്പിൽ വിജയം. ഇതേച്ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ക്രമസമാധാന പ്രശ്നമായി വളർന്നതോടെയാണ് 9 ജനറൽ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാത്രി റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചത്. തുടർന്നാണ് KSU ഹൈക്കോടതിയെ സമീപിച്ചത്. നിർത്തിവെക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് നടപടികൾ നിയമാനുസൃതം തുടരണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അനിശ്ചിതാവസ്ഥയിലായിരുന്ന മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവൃത്തികൾ ഒരാഴ്ചയ്ക്കകം ആരംഭിക്കും. പ്രവൃത്തിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റിക്ക് റോഡ് കീറാനുള്ള അനുമതി നൽകി പൊതുമരാമത്ത് വകുപ്പ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ 6000-ഓളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ലഭിക്കുക. വാട്ടർ അതോറിറ്റി റോഡ് കീറാനായി 3,80,00,000 രൂപ പൊതുമരാമത്ത് വകുപ്പിൽ കെട്ടിവെച്ചതോടെയാണ് റോഡ് മുറിച്ച് പൈപ്പിടാനുള്ള അനുമതി ലഭിച്ചത്. തുക കെട്ടിവെക്കാത്തതിനാൽ ജൽജീവൻ മിഷന്റെ പ്രവൃത്തികൾ മാസങ്ങളായി നിലച്ചിരുന്നു. നിലവിൽ 4, 5, 6, 7 വാർഡുകളിലേക്ക് ഭാഗികമായാണ് ജലവിതരണം നടക്കുന്നത്. പഞ്ചായത്തിലെ ശേഷിക്കുന്ന 10 വാർഡുകളിലേക്ക് ജലവിതരണം നടത്തണമെങ്കിൽ പത്തിരിപ്പാല കോങ്ങാട് പൊതുമരാമത്ത് റോഡ് മുറിക്കണമായിരുന്നു. പണം കെട്ടിവെക്കാത്തതിനാൽ മാസങ്ങളായി പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർണ്ണമായും നിലച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടെ തിങ്കളാഴ്ചയോടെ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾ പുനരാരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് N. സാനിത പറഞ്ഞു. പദ്ധതി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ 6000-ഓളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ലഭിക്കുന്നത്. മങ്കര, മണ്ണൂർ, കേലശ്ശേരി പഞ്ചായത്തുകൾക്ക് വേണ്ടിയാണ് നബാർഡിന്റെ സഹായത്തോടെ 25,40,00,000 രൂപ ചെലവിൽ പദ്ധതി ആരംഭിച്ചത്. പദ്ധതിക്കായി ഞാവളിൻകടവിൽ പമ്പ് ഹൌസ്, പേരടിക്കുന്നിൽ ഫിൽറ്റർ ടാങ്ക്, മണ്ണൂർ താഴത്തെ വീട്ടിൽ കൂറ്റൻ ജലസംഭരണ ടാങ്ക് എന്നിവയെല്ലാം ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വെള്ളത്തിന്റെ കണക്ഷൻ നൽകുന്ന ജോലിയും ഇതോടൊപ്പം നടക്കും. മാർച്ച് 31-നകം കണക്ഷൻ നൽകി കുടിവെള്ള വിതരണം നടത്താനാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S. സാനിത പറഞ്ഞു. പൈപ്പിടാനായി റോഡ് കീറിയ 30 കിലോമീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് S. സാനിത അറിയിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോടുകൂടി ജലജീവൻ മിഷന്റെ പ്രവർത്തനം
2021 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് നിരന്തരം പൊതുമരാമത്ത് മന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായും അതുപോലെ തന്നെ നമ്മുടെ കോങ്ങാടിൻ്റെ MLA ശ്രീമതി അഡ്വക്കേറ്റ് കെ ശാന്തകുമാരിയുടെയും നിരന്തരമായ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോങ്ങാട് പത്രിപ്പാല റോഡിൻ്റെ കട്ടിംഗ് പ്രവൃത്തിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിംഗ് പ്രവർത്തനം മറ്റന്നാൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിൽ 4 വാർഡുകളിലാണ് ജലജീവൻ മിഷൻ്റെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കട്ടിംഗ് പ്രവർത്തനം നടക്കുന്നതോടുകൂടി മണ്ണൂർ പഞ്ചായത്തിൻ്റെ 14 വാർഡുകളിലേക്കും ലൈൻ വലിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന പ്രവൃത്തി നമുക്ക് മാർച്ച് 31 അകം തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മതേതരവാദികൾക്ക് ഊർജം പകരുന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയെന്ന വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് PS അബു ഫൈസൽ. 2015 പാലക്കാട് നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും ഉൾപ്പെടെ കേരളത്തിലെ 45 തദ്ദേശ സ്ഥാപനങ്ങളിൽ വെൽഫെയർ പാർട്ടി CPM ധാരണയോടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടി നിലപാട് സ്വീകരിക്കുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PS അബു ഫൈസൽ പറഞ്ഞു. പാലക്കാട്ട് BJPയും CPMും സ്വീകരിച്ച നിലപാട് മതേതരത്വത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. 2ാം സ്ഥാനത്തെത്താൻ മത്സരിച്ച CPM BJPയെ എതിർക്കുന്നതിനു പകരം UDF വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. CPMന്റെ എല്ലാ വാദഗതികളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. മറ്റൊരു പാർട്ടിയിൽ നിന്നും വന്നയാളെ സ്വതന്ത്രനാക്കിയതും പ്രത്യേക തരത്തിൽ 2 പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകിയതും മതേതരത്വത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM BJPയുടെ പരാജയത്തിൽ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാകുന്നില്ലെന്നും അബു ഫൈസൽ പറഞ്ഞു. മതേതര വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചത്. UDFൽ നിന്ന് പുറത്തു വന്ന ഒരാളെ കാൻഡിഡേറ്റ് ആക്കുന്നു, മുസ്ലിം പത്രങ്ങളിൽ പരസ്യം നൽകുന്നു, UDF ക്യാമ്പുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ മതേതര വോട്ടുകളിൽ ഭിന്നിച്ച് ഇലക്ഷന് ശേഷം CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞത് 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും 1ാം സ്ഥാനത്ത് BJP വന്നാലും കുഴപ്പമില്ല, 2ാം സ്ഥാനത്ത് ഞങ്ങൾ എത്തണം. 2ാം സ്ഥാനത്തേക്ക് അവരെത്തണമെങ്കിൽ സ്വാഭാവികമായും അവർ ചെയ്യേണ്ടിയിരുന്നത് BJPക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അവർ ചെയ്തത് അതല്ല, UDFന് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത്. കേരളത്തിലെ പല തെരഞ്ഞെടുപ്പുകളിലും വെൽഫെയർ പാർട്ടിയും CPMും പരസ്പര ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. BJPയെ എതിർക്കാൻ രാജ്യത്ത് മതേതര ശക്തിയായ കോൺഗ്രസിനാണ് കഴിയുക. ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ 96-ന് ശേഷം UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതുമൂലമാണ് വെൽഫെയർ പാർട്ടി CPMന് വർഗീയ പാർട്ടിയായി മാറിയതെന്ന് വാർത്താസമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് M സുലൈമാൻ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി, ജില്ലാ സെക്രട്ടറി റിയാസ് ഖാലിദ്, ഷക്കീർ പുലാപ്പറ്റ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ്, KV വൈശാഖ എന്നിവർ സംസാരിച്ചു. വ്യവസായ വകുപ്പ് നൽകുന്ന വിവിധ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ പട്ടാമ്പി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ VS സുഹൈൽ, മിഥുൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. ഒരു സംരംഭം തുടങ്ങുമ്പോൾ സാമ്പത്തിക സാക്ഷരതയും സാമ്പത്തിക അച്ചടക്കവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സംരംഭം തുടങ്ങുന്ന സമയത്ത് ബാങ്കിൽ പോകുമ്പോൾ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഒരു ഏത് ബിസിനസ് ലോൺ അല്ല, ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്തും പല ആളുകൾക്ക് സിവിൽ സ്കോർ കുറവായതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സിവിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു ബാങ്കിൽ എത്തുമ്പോൾ നിങ്ങളൊരു വായ്പയ്ക്ക് വേണ്ടി, ബാങ്ക് ലോണിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് CFL അസോസിയേറ്റ് പട്ടാമ്പി മേഖല
ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിൽ എന്നാണ് അവർ പറയാം. അപ്പോൾ അവരുടെ ഒരു ചെറിയ സെഷൻ ഉണ്ട്. അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സംരംഭം തുടങ്ങുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അവതരണമുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി കൂടുതൽ പദ്ധതികൾ വേണമെന്ന CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചെന്താമരാക്ഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ചെന്താമരാക്ഷൻ. വിവിധ രീതിയിലുള്ള സാമൂഹിക പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടും ഭിന്നശേഷിക്കാരോടുള്ള അകൽച്ച ഇന്നുമുണ്ടെന്ന് വി ചെന്താമരാക്ഷൻ ചൂണ്ടിക്കാട്ടി. ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്നും ചെന്താമരാക്ഷൻ പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ ഭിന്നശേഷിക്കാർക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ല. അത് വൻകിട കോർപ്പറേറ്റുകൾക്കാണ്, അഡാനിക്ക് കൊടുക്കണം, അംബാനിക്ക് കൊടുക്കണം. അതാണ് അവരുടെ നയം. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം അംബാനി അദ്ദേഹത്തിൻ്റെ ദൈനംദിന കച്ചവടത്തിൽ ലാഭം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്തിട്ട് മാത്രം 88,000 കോടി രൂപയാണ് കിട്ടിയത്. ചില്ലറയല്ല പൈസ, 88,000 കോടി. നിങ്ങളൊന്ന് മനക്കണക്ക് കൂട്ടുക. അപ്പോൾ നിങ്ങളെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ ഏറെക്കുറെ എല്ലാ ആളുകളും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. വാഹനങ്ങളിൽ പെട്രോളും ഡീസലും മാറി മാറി നമ്മൾ വാങ്ങിക്കാറുണ്ട്. പെട്രോളിനും ഡീസലിനും ഈ സമീപകാലത്ത് വില കുറഞ്ഞ അനുഭവം നമുക്കില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വില കുറഞ്ഞിട്ടേയില്ല. വില കൂട്ടുന്നത് ഒരു ദിവസം ഇരുട്ടി വെളുത്താൽ അർദ്ധരാത്രിയാണ് വില കൂട്ടുക. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം നിൽക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും കൂടും. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങളെല്ലാം സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുണ്ടാകും. ആസാമിലെ ഡിഗ്ബോയിലാണ്. ഡിഗ്ബോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാർ ഉപയോഗിക്കുമ്പോൾ അത് ഏതാണ്ട് ദിവസം കൊണ്ട് തീരും. 12 മാസത്തിൽ ഏതാനും ദിവസം കൊണ്ട് തീരും. ബാക്കിയുള്ളതല്ല നമ്മുടെ വിദേശത്ത് നിന്ന് ഇറക്കുമതി. വിദേശത്ത് കൊണ്ടുവരുമ്പോൾ വിദേശ മാർക്കറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ വില നിശ്ചയിക്കുക. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി വിദേശ മാർക്കറ്റിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വല്ലാതെ വില കുറഞ്ഞു. പെൻഷൻ, ആശ്വാസകിരണം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ആനുകൂല്യം നൽകുന്നതിനുള്ള വരുമാന പരിധി എടുത്തുകളയുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. സി മോഹൻദാസ്, മുരളീധരൻ, ശോഭന, PR അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSEB സഞ്ചരിക്കുന്നത് അതീവ പ്രതിസന്ധികളിലൂടെയെന്ന KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ. കേന്ദ്ര സർക്കാരിന്റെ ഊർജ്ജ നയം ഉപഭോക്താക്കളെയും ജീവനക്കാരെയും ഒരുപോലെ ഇരുട്ടിലാക്കുമെന്നും അസോസിയേഷൻ പാലക്കാട് ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെ C ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. മാനേജ്മെന്റിന്റെ പല നടപടിക്രമങ്ങളും ശരിയായ ദിശാബോധത്തോടെയല്ലെന്ന് C ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഭാവിയിലെ ഉപയോഗം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഉൽപ്പാദന പ്രസരണ ശൃംഖലകൾ ഉണ്ടാകുന്നില്ല. ഉപഭോക്താക്കൾക്ക് ഇരട്ടടി നൽകുന്ന തീരുമാനങ്ങൾ സ്വകാര്യ കുത്തകവൽക്കരണത്തിനുള്ള പിൻബലം വർദ്ധിപ്പിക്കും. കേന്ദ്ര ഊർജ്ജ നയം KSEBയുടെ നടുവടിക്കുന്നതാണെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ജീവനക്കാരുടെ ഭാവിയെയും വ്യവസായത്തിൻ്റെ ഭാവിയെയും നിർണ്ണയിക്കുന്നതാണ്. ഇപ്പോൾ മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇലക്ട്രിസിറ്റി മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം, എന്താണത് പരിഹരിക്കാനുള്ള മാർഗം എന്നുള്ളത് വിശദമായി ചർച്ച ചെയ്യുന്ന P ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മനോജ്, LK അജയൻ, PT സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജലസേചനക്കുറവും കൃഷിയിടങ്ങളിൽ പതിവായി ഉണ്ടാകുന്ന മോഷണവും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മറികടന്ന് വിഷരഹിത പച്ചക്കറി കൃഷിയുടെ പറുദീസ ഒരുക്കുകയാണ് ഓങ്ങല്ലൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കണ്ണിനും മനസ്സിനും കുളിർമയായി 2 ഏക്കറിലിറക്കിയ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് 100 മേനി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്.
സാധാരണ വഴിയരികിലെ കാട് വെട്ടുന്നതും തോട് വൃത്തിയാക്കുന്നതുമൊക്കെയായി തൊഴിൽ ദിനങ്ങൾ തള്ളി നിൽക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് 100 മേനി. കാരമണ്ണ കാരുണ്യ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ 2 ഏക്കർ സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുത്തത്. വെള്ളമില്ലാത്ത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കൃഷിയിടത്തിൽ ചെറിയ കിണർ കുത്തിയാണിവർ ജലസേചനം നടത്തിയത്. വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികൾ സാമൂഹ്യവിരുദ്ധർ മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ വിഷമമുണ്ടായെങ്കിലും നല്ല വിളവ് ലഭിച്ചതിൽ സന്തോഷത്തിലാണിവർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 11ാം വാർഡിൽ ഉണ്ടാക്കിയ ലേബർ ഗ്രൂപ്പിൻ്റെ കാരുണ്യ അതുപോലെ തന്നെ കാരമണ്ണ 2 ലേബർ ഗ്രൂപ്പുകളുടെ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഏകദേശം 45ഓളം ലേബർ ഗ്രൂപ്പുകളാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും 15,000, 20,000 രൂപ വരെ പച്ചക്കറികൾ ഓരോ തൊഴിലാളികളും വിൽക്കുന്നവരെ സ്ഥിതിയുണ്ടായി. നമ്മുടെ നാട്ടിൽ ജൈവ പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുതിയ മേഖലയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലേബർ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പച്ചക്കറി കൃഷി നടക്കുന്നത്. അത്തരത്തിലുള്ള 11ാം വാർഡിലെ പച്ചക്കറിയുടെ മനോഹരമായ കൃഷിത്തോട്ടത്തിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. കൂട്ടത്തിൽ ഒരു ദുഃഖകരമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇത്തരത്തിൽ നമ്മൾ 45 ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെങ്കിലും എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള വിളവെടുപ്പാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ വെള്ളരി, വെണ്ട, കുമ്പളം, ചിരങ്ങ, പയർ, ചീര, കൈപ്പയ്ക്ക, മത്തൻ, ചക്കരക്കിഴങ്ങ്, കടല തുടങ്ങി നിരവധി ഇനം പച്ചക്കറികളാണ് കൃഷി ഇറക്കിയത്. പഞ്ചായത്തിലെ 45 ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ദുരന്ത സാഹചര്യത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നൽകുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മലമ്പുഴയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. റോപ്പ് വേയിൽ സന്ദർശകർ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവും സംബന്ധിച്ചാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. അപകടം സംഭവിച്ചാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ സേന, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെയും ആരോഗ്യം, റവന്യൂ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. രാവിലെ 11 മണിയോടെ റോപ്പ് വേയുടെ ചലനം നിലച്ച് ടൂറിസ്റ്റുകളായ 2 പേർ റോപ്പ് വേയിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവുമാണ് ഒരുക്കിയത്. അപകടം സംഭവിച്ച ഉടൻ തന്നെ റോപ്പ് വേ അധികൃതർ പാലക്കാട് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. തുടർന്ന് അഗ്നിരക്ഷാസേന ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററുമായി ബന്ധപ്പെട്ടു. ഈ സമയത്ത് തന്നെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർക്കും പോലീസ്, ആരോഗ്യവകുപ്പ് അധികൃതർക്കും വിവരം കൈമാറി. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയ്ക്ക് യുവാക്കളെ താഴെയിറക്കാനുള്ള പ്രവർത്തനം ശ്രമകരമായ സാഹചര്യത്തിൽ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ NDRFനെ ബന്ധപ്പെട്ടു. തുടർന്ന് റോപ്പ് വേയിൽ കുടുങ്ങിയവരെ NDRF രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലായിരുന്നു മോക്ക് ഡ്രിൽ. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 4ാം ബറ്റാലിയൻ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സിവിൽ സ്റ്റേഷനിലെ പഴയ PSC ഓഫീസിൽ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററും സജ്ജീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുകിട കച്ചവടക്കാരെ പെരുവഴിയിലാക്കുന്ന വാടക ഇനത്തിലെ GST വർധനവ് പിൻവലിക്കണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. അശാസ്ത്രീയ നികുതി വർധനവിനെതിരെ GST കൌൺസിലിൽ ധനമന്ത്രി ബാലഗോപാൽ ശബ്ദിക്കാതിരുന്നത് വരുമാനം ലക്ഷ്യം വെച്ച് മാത്രമാണെന്നും വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. കുമാരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നാളിതുവരെ നികുതിയില്ലാതിരുന്ന ചെറുകിട മേഖലയിലാണ് ഒക്ടോബർ 10 മുതൽ 18% നികുതി ഏർപ്പെടുത്തിയത്. നാമമാത്ര വരുമാനമുള്ള ചെറുകിട കച്ചവടക്കാർ 18% വാടകയോടൊപ്പം നികുതി നൽകണമെന്നത് തൊഴിലാളി ദ്രോഹമാണ്. 18%-ൽ 9% കേരളത്തിനും ലഭിക്കുമെന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ ധനമന്ത്രി GST കൗൺസിലിൽ നിശബ്ദനായിരുന്നത്. കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും നികുതി ഘടനയിൽ കൊണ്ടുവരുന്നത് ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കും. ESIയിൽ നിന്നും ക്ഷേമനിധിയിൽ നിന്നും ചെറുകിട വ്യാപാരികൾക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നില്ല. ഇക്കാര്യങ്ങൾ ഉയർത്തി നവംബർ 30-ന് ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും M. കുമാരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ഈ മുതലാളിക്ക്
കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൂടെ പരിഗണിക്കുന്നതാണ് നമ്മളുടെ ആവശ്യം. ആദ്യം ഞാൻ പറഞ്ഞു GST വകുപ്പിൽ ഇത്, അതുപോലെ തന്നെ ക്ഷേമനിധി, വ്യാപാരി ക്ഷേമനിധി വർഷങ്ങളോളായി നമ്മുടെ സർക്കാർ യാതൊരു തരത്തിലുള്ള പരിഷ്കരണങ്ങൾ നടത്തിയിട്ടില്ല. അതിലും ഇതുപോലെ തന്നെ ഭാരതത്തിന് തന്നെ റവന്യൂ വകുപ്പിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന വിഭാഗമാണ് ഈ വ്യാപാര വ്യവസായ കമ്പോള മേഖലകൾ. അതിൽ ഈ ഒരു ഓണറിന്, ഒരു കച്ചവടക്കാരന് എന്ത് സഹായമാണ്, ഒരു പെൻഷനാണ്, എന്താണ് നമുക്കുള്ളത്, അതുകൂടെ ചിന്തിക്കേണ്ടവരാണ്. അതുകൂടെ പരിഗണിക്കുന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ജില്ലാ പ്രസിഡന്റ് C. ഗുരുവായൂരപ്പൻ, ജനറൽ സെക്രട്ടറി R. രാജപ്രതാപ്, ട്രഷറർ G. സുരേഷ് കുമാർ, രാജശേഖരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊപ്പം JCI 2025 വർഷത്തെ ഇൻസ്റ്റലേഷൻ സെറമണി പട്ടാമ്പി ഇവാനിയ ഗാർഡൻ കോൺഫറൻസ് ഹാളിൽ നടന്നു. 11ാമത് പ്രസിഡന്റായി VTM മുസ്തഫ സ്ഥാനമേറ്റു. പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനും JCI ലക്ഷ്യം വെക്കുന്നുണ്ട്. കൊപ്പം JCIയുടെ 2025 വർഷത്തെ പ്രസിഡന്റായി VTM മുസ്തഫയും സെക്രട്ടറിയായി റഹ്മാൻ റാവൽ, ട്രഷററായി ഷാനിറും സ്ഥാനമേറ്റു. ചടങ്ങിൽ ഫിലിപ്പ് മമ്പാട്, സോൺ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് എന്നിവർ അതിഥികളായി പങ്കെടുത്തു. പുതിയ JCI മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും ചടങ്ങിൽ വെച്ച് നടന്നു. മുൻ JCI പ്രസിഡന്റ് ഷിഹാബ് ഷിബു, പ്രസിഡന്റ് VTM മുസ്തഫ, സെക്രട്ടറി റഹ്മാൻ റാവൽ, ട്രഷറർ ഷാനിർ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും മെഡിക്കൽ ക്യാമ്പുകൾ, ഭിന്നശേഷി പ്രൊജക്ടുകൾ തുടങ്ങി ഒട്ടനവധി മാതൃകാ പ്രവർത്തനങ്ങളാണ് ഇതിനകം JCI കൊപ്പം മേഖലയിൽ നടത്തി വന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറയിൽ നേർവഴി പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ഒറ്റപ്പാലം പോലീസും സംയുക്തമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ PS സുരഭി സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ DYSP R. മനോജ് കുമാർ ക്ലാസ് നയിച്ചു. ആഡംബരം നമുക്ക് ഒഴിവാക്കിക്കൂടെ? നമ്മുടെ നാട്ടിലൊക്കെ താഴെത്തട്ടിലുള്ള ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്. അതേസമയം തന്നെ കുറച്ച് ടൗണിൽ പോയി കഴിഞ്ഞാൽ AC ഒക്കെ ഇട്ടുള്ള വലിയ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിങ്ങൾ പോയിട്ട്, വലിയ ഹോട്ടലിൽ പോയിട്ടൊരു ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ, ഞാൻ മാറ്റേണ്ട കാഴ്ചപ്പാടുള്ള പറയുന്നുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പാലക്കാട് പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. വീട്ടിൽ ഭക്ഷണമൊക്കെ വയ്ക്കുന്നത് മാറ്റി എല്ലാവരും കുടുംബത്തോടു കൂടിയിട്ട് ഹോട്ടലിൽ പോയി കഴിക്കുക. 4 കുടുംബത്തിന് 1500 രൂപ ഇല്ലാതെ, 1500 രൂപ ഇല്ലാതെ അവിടെ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. ഈ കൂലിപ്പണിക്ക് പോകുന്നവന് 50 രൂപ ടിപ്പും വെച്ചിട്ട് വരും. 50 രൂപ ടിപ്പും വെച്ചിട്ട് വരും. അതേസമയം തന്നെ നമ്മുടെ താഴെത്തട്ടിലുള്ള ഒരു ചായക്കടയിൽ പോയാൽ കഴിഞ്ഞാൽ കുറച്ചൊക്കെ അസൗകര്യങ്ങളുണ്ടാകും, വൃത്തികളുണ്ടാകും. അവർ ദോശക്കല്ലിൽ നിന്ന് ദോശ എടുത്തിട്ട് തട്ടിലിട്ട് തരുന്നതാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AI സീനത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി NR ഗീത, ട്രാഫിക് SI സുഭാഷ്, വിനോദ് B നായർ, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ അക്കൗണ്ടന്റ് അഞ്ജന തുടങ്ങിയവർ പങ്കെടുത്തു. സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് 350ഓളം കുടുംബശ്രീ അംഗങ്ങൾക്ക് പ്രയോജനപ്രദമായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യതീംഖാനയിലെ അന്തേവാസിനികളുടെ മംഗല്യ ചടങ്ങ് നവംബർ 30 നടക്കും. വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് ഷമീർ അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 30 നടക്കുന്ന ചടങ്ങിൽ MS ബനാത്ത് യതീംഖാനയിലെ 4 അന്തേവാസിനികളുടെ വിവാഹമാണ് നടക്കുക. പാണക്കാട് ഷമീർ അലി ശിഹാബ് തങ്ങൾ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുമെന്നും മറ്റ് നിരവധി മതപണ്ഡിതന്മാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും യത്തീംഖാന ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി, MP അബ്ദുള്ള കോയ തങ്ങൾ, TA ഏന്തിൻകുട്ടി ഹാജി, TP ഹംസ, TM ഹംസ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഷീർ ഫൈസി ദേശമംഗലം തുടങ്ങിയിട്ടുള്ള വളരെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യവും നേതൃത്വവും ഈ സ്ഥാപനത്തിലുണ്ട്. ഇവിടെ എല്ലാ തരത്തിലും വിദ്യാർത്ഥിനികളുടെ അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ സാമൂഹികമായിട്ടുള്ള പുരോഗതിക്ക്
അവരുടെ വ്യക്തിത്വ വികാസത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഇട്ടുകൊണ്ടാണ് സ്ഥാപനം ഇതുപര്യന്തം പ്രവർത്തിച്ചു വന്നത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും നടത്തി കൊടുക്കാറില്ല. ഏകദേശം 183 വിദ്യാർത്ഥിനികളെ അവർക്ക് വൈവാഹിക ജീവിതത്തിലേക്കുള്ള എല്ലാവിധ സഹായവും നൽകിയത് സ്ഥാപനമാണ്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. അക്ഷരജാലകം ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും നവംബർ 30-ന് ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയത്തിൽ നടക്കും. കേരളത്തിലെ ശ്രദ്ധേയരായ 4 അധ്യാപകർക്കാണ് ഇത്തവണ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 30 ശനിയാഴ്ച വൈകുന്നേരം 4:30 നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വെച്ച് അക്ഷരജാലകം ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ KR ശ്രീലതയുടെ സ്ത്രീയും കലാരംഗവും എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും നടക്കും. മഹർഷി വിദ്യാലയം ഡയറക്ടർ വിനയഗോപാൽ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങും. കാസർഗോഡ് ജില്ലയിലെ ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ അധ്യാപകൻ KT വിനയചന്ദ്രൻ, കഴമ്പഴിപ്പുറം ഉമ്മനടി ALP സ്കൂൾ അധ്യാപിക റൈഹാന, വയനാട് ജില്ലയിലെ വടക്കനാട് GLP സ്കൂൾ അധ്യാപിക TK സൗദ, മലപ്പുറം ജില്ലയിലെ തിരൂർ വെള്ളക്കോട്ട് മുഹമ്മദ് ഹംസ മെമ്മോറിയൽ ALP സ്കൂൾ പ്രധാന അധ്യാപിക V ഹർഷ എന്നിവർക്കാണ് ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീയും കലാരംഗവും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അത്തരമൊരു വിഷയം ഒരു ഉപന്യാസമാക്കിയെടുത്ത് ഒരു ലേഖനമാക്കിയെടുത്തുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന വലിയൊരു ലക്ഷ്യം അക്ഷരജാലകം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. സമൂഹത്തിലെ ഇത്തരം വിഷയങ്ങളിലേക്ക് പുതിയ തലമുറയെ പറഞ്ഞെത്തിക്കുക എന്ന വലിയൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗം കൂടെയാണ് ഈ കലാരംഗം എന്ന 10,000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികളായ ഹുസൈൻ തട്ടത്താഴത്ത്, സതീഷ് കാക്കരാത്ത്, പരമേശ്വരൻ ആറങ്ങോട്ടുകര, രാമനുണ്ണി മേലേതിൽ, വത്സല ഞാങ്ങാട്ടിരി, ഗ്രന്ഥകാരി KR ശ്രീലത എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് മന്ത്രി K രാജൻ. പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിൽ സർക്കാർ അടിയന്തരമായി ഭേദഗതി കൊണ്ടുവരണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരം നടത്തിപ്പിൽ ഹൈപ്പവർ കമ്മിറ്റി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കിണയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ ദുരൂഹത. ലൈനിൽ നിന്ന് വൈദ്യുതി ചോർത്താൻ ഉപയോഗിച്ച ഇരുമ്പ് തോട്ടുകൾ ഊരിമാറ്റിയ നിലയിൽ കണ്ടെത്തിയത് സംശയാസ്പദം. ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മതേതരവാദികൾക്ക് ഊർജം പകർന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയെന്ന് വെൽഫെയർ പാർട്ടി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM BJPക്കേറ്റ പരാജയത്തിൽ ഖേദിക്കുന്നത് വിചിത്രം. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെ തള്ളിപ്പറയുന്ന CPM 2015 പാലക്കാട് നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും ഉൾപ്പെടെ കേരളത്തിലെ 45 തദ്ദേശ സ്ഥാപനങ്ങളിൽ പാർട്ടിയുമായി ധാരണയോടെ മത്സരിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് മാർച്ച്. പെൻഷൻ, ആശ്വാസകിരണം, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കളക്ടറേറ്റിന് മുന്നിൽ ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ ധർണ. KCB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സമ്മേളനം പാലക്കാട്ട്. കേന്ദ്ര സർക്കാരിന്റെ ഊർജ്ജനയം ഉപഭോക്താക്കളെയും ജീവനക്കാരെയും ഇരുട്ടിലാക്കുമെന്ന മുന്നറിയിപ്പ്. തൃത്താലയിൽ സ്വകാര്യ വ്യക്തി നെൽവയൽ മണ്ണിട്ട് നികത്തിയതിനെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി. സ്ഥലമുടമയെ കൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്യിച്ചു. ദേശമംഗലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് സ്മാർട്ട് ഫോൺ കവർന്ന പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആലപ്പുഴ സ്വദേശി സന്തോഷ് കുമാർ. അനിശ്ചിതാവസ്ഥയിലായിരുന്ന മണ്ണൂർ പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രവർത്തികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരാരംഭിക്കും. റോഡിൽ ചാലെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകി. പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പഞ്ചായത്തിലെ 6000-ഓളം കുടുംബങ്ങൾക്ക്. ഷൊർണൂരിൽ 18ാമത് പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവം തുടരുന്നു. 6ാം ദിനത്തിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ. നാടകോത്സവത്തിൽ നാളെ തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.